നമസ്കാരം. നമസ്കാരം. നന്ദി. നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് ഫിംഗേഴ്സ് എന്ന് വെച്ചാൽ തിളച്ച എണ്ണയിൽ ഇങ്ങനെ ഫിംഗർ മുക്കി. അത് ഫിംഗർ ചിപ്സ് ഇതല്ല, ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് ഫിംഗേഴ്സ് ആണ്. അതും വളരെ നാടൻ സ്റ്റൈല്, കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ പെട്ടെന്ന് ന്യൂ കമേഴ്സ് ആയിട്ടുള്ള ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. ഇത് ഞങ്ങളിത് മെയിൻലി ടാർഗറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈകിട്ട് സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴത്തേക്കും പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ചെറുകടി പോലെ. ഇത് ആർക്കും പരീക്ഷിക്കാം, ഇതിന് ഏജ് ലിമിറ്റ് ഒന്നുമില്ല. ബാച്ചിലേഴ്സിന് പരീക്ഷിക്കാം, എല്ലാവർക്കും ഉണ്ടാക്കാം. അതെ, അതും കഴിച്ചു തുടങ്ങിയാൽ പിന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഇതിന് പ്രധാനമായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ബ്രെഡ്, ഒരു ഗ്യാസ് അടുപ്പ്, രണ്ടുപേര് കുക്ക് ചെയ്യാൻ വേണം. ഇതുപോലെ തല്ലിപ്പൊളിയായിട്ട് രണ്ടുപേര് വേണം. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ബ്രെഡ് വേണം, 2 മുട്ട, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, വറ്റൽമുളക്, ചിക്കൻ മസാല, ഉപ്പ്, കറിവേപ്പില, മല്ലിയില, പിന്നെ പ്രധാനപ്പെട്ട വസ്തു ബ്രെഡ് ക്രംസ്. നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവളുടെ വീഡിയോ കാണുക. കാരണം റസ്ക് പൊടിച്ചിട്ട് മിക്സിയിലിട്ട് അടിക്കാം, എന്നിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ആക്കാം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ബ്രെഡ് പൊടിച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് കുറച്ച് അത് പെട്ടെന്ന് കുറച്ച് റിസ്ക് ആണ്. നന്നായിട്ട് നമ്മൾ നിന്ന് വഴറ്റിക്കൊണ്ടിരിക്കണം. അത് ഇത്ര 5-6 മിനിറ്റ് കൈ ഇങ്ങനെ അനക്കാതെ ഇളക്കണം. കൈ നിർത്താതെ ഇളക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം കുറച്ച് വിശ്രമമാവാം, എന്നിട്ട് നമ്മുടെ എന്താണ് ആദ്യം വേണ്ടത്? ആദ്യം വേണ്ടത് പാനിലേക്ക് ആദ്യം നമുക്ക് ബ്രെഡ് കട്ട് ചെയ്യാം. ബ്രെഡ് കട്ട് ചെയ്തോ. അപ്പൊ ഞാൻ പാൻ എടുക്കാം. അതല്ല നമ്മൾ ചൂടാക്കേണ്ട കേട്ടോ. നമ്മൾ ചൂടാക്കേണ്ടത് ഇത് ചൂടാക്കല്ല, വെക്കാൻ തലയിലാണിട്ട്. തലയിലെടുത്ത് വെക്കുന്നത്. ഈ ബ്രെഡ് നമ്മൾ 3 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ 3 ബ്രെഡ് വിഷ്ണു കാണിക്കുന്ന പോലെ അല്ല കട്ട് ചെയ്യേണ്ടത്. 3 ബ്രെഡാണ് നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് 3 ബ്രെഡ് വെച്ചിട്ടുള്ളത്. പ്രത്യേകത കൂടിയുണ്ട്, ബ്രെഡ് പൊടിഞ്ഞു പോവാത്ത ബ്രെഡ് ആണ് എടുക്കേണ്ടത്. അതെങ്ങനെ പൊടിഞ്ഞു പോകണ ബ്രെഡും പൊടിഞ്ഞു പോകാത്ത ബ്രെഡും? അത് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ ചിലപ്പോൾ ചളിങ്ങ കവർ എടുത്തിട്ട് ഇടിച്ചു നോക്കണം. പൊടിഞ്ഞില്ലെങ്കിൽ പൊടിയാത്ത ബ്രെഡ്. ഓക്കെ, ഇത് 3 പീസായിട്ട് ഒരു ബ്രെഡിന് നമുക്ക് ടൈം ലാഭിക്കാൻ വേണ്ടി ഓരോന്നായിട്ട് അരിയണ്ട. ഇതേപോലെ ഈ ബുദ്ധി ഞാൻ പറഞ്ഞു കൊടുത്തതാ. ഇങ്ങനെ അരിഞ്ഞു വരുമ്പോഴത്തേക്കും കൈ തെന്നിപ്പോവുകയോ കൈ മുറിയുകയോ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഉത്തരവാദികളല്ല. അല്ല, ശ്രദ്ധിക്കണം ഗൈസ്. ഹാർട്ട് അറ്റാക്ക് ഉള്ളവർ, ഗർഭിണികൾ ഈ വീഡിയോ കാണുന്നത് സൂക്ഷിച്ചു വേണം. അടിക്കൂടെ എഴുതി വിടണം, ഇത് എഡിറ്റർ അടിക്കൂടെ എഴുതി വിടണം. ഹാർട്ട് അറ്റാക്ക് ഉള്ളവർ, ഗർഭിണികൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും സൂക്ഷിക്കണം. എന്റെ പോലെ ഇവന്റെ മസിൽ പവർ വെച്ചിട്ട് നെക്കി കൊല്ലും. അതിനെ പതുക്കെ സോഫ്റ്റ് ആയിട്ട് ചെയ്യാം. ഇവന് സോഫ്റ്റ് ആയിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മളുടെ 3 പീസ് എടുത്തിരിക്കുവാണ്. എന്താ ഒരു പീസ് ഇങ്ങനെ വരും, ഒരു പീസ് അപ്പൊ ഇങ്ങനെ വരും. അപ്പൊ മറ്റേ പീസ് എങ്ങനെ വരും? മറ്റേ പീസ് ഇങ്ങനെ വരും. അപ്പൊ ഈ പീസുകൾ ഇങ്ങനെ വരുന്ന വിധം ആണ് മുറിക്കേണ്ടത്. മുറിച്ച വസ്തുക്കൾ മാറ്റി വെക്കുക. അത് 5 മിനിറ്റ് അവിടെ തണുത്തിരിക്കട്ടെ. അപ്പൊ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഉണ്ടാക്കാം. വെള്ളമല്ല, അടുത്ത് നമുക്ക് മുട്ടയാണ് ബീറ്റ് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള ലിക്വിഡ് ആയിട്ടുള്ള ഫോർമേഷൻ ഉണ്ടാക്കാം. We have do the H2O plus 3O please CO2 that. Okay, that കുക്ക് ചെയ്ത വലിയ ശീലമൊന്നും ഇല്ലാത്ത വിഷ്ണു കുക്കിങ്ങിൽ PhD എടുക്കുന്ന ആദ്യം. ആ വേസ്റ്റ് ബിന്നിങ് അടുത്തോട്ട് വെക്കും. വേസ്റ്റ് ദോഷിച്ചാൻ ഇങ്ങനെ ഒരു അബദ്ധം പറ്റി എന്നുള്ളത് പലവട്ടം പറയാറുണ്ടെന്നുള്ളതാണ്. അച്ഛൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അതെ, അച്ഛന് ചീത്തപ്പേരുണ്ടാക്കുന്ന മോനാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് ഇപ്പോൾ മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ മുട്ടയിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ, 1 ടീസ്പൂണാ 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഓക്കെ, അപ്പോൾ 1 ടീസ്പൂൺ ഇത് ടീയിലിടുന്ന സ്പൂൺ ആയിരുന്നോ? ടീസ്പൂൺ ടീയിലിടുന്നതാണ് ടീസ്പൂൺ പറയണത്. അത് 1 ടീസ്പൂൺ. ചോറിലിടുന്ന കയ്യിൽ നിന്ന് പറയും റൈസ് സ്പൂൺ. ഇതെടുട്ടെ, ഇടൂ, ധൈര്യത്തോടെ ഇടുക. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/4 ടീസ്പൂൺ ചിക്കൻ മസാല അല്ലേ? 1/4 ടീസ്പൂൺ ചിക്കൻ മസാല. കാലാണ് നരയായിപ്പോയോ? ഇല്ല കേട്ടോ. 1/4 ടീസ്പൂൺ വറ്റൽമുളക് പൊടിച്ചത്. നിങ്ങൾക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും ഇതേപോലെ ഒരു കോലത്തിൽ. ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലുള്ളത് പൊടിച്ചാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കണ്ട. 1/4 ടീസ്പൂൺ ഉപ്പ്.
ഇത് കാലാണോ? ഇത് കാലല്ല, ഇത് കൈയാണ്. പോടുന്നത് 1/4 ടീസ്പൂൺ അല്ലേ? ഈ നിലവാരമില്ലാത്ത തമാശകൾ പറഞ്ഞ് നാദറെ പോലുള്ള ലോ ലെവലുള്ളവർക്ക് ഇത് പറ്റുള്ളൂ. അതെ. അടുത്ത് നമ്മൾ ഇത് ബീറ്റ് ചെയ്യണം. ബീറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ നാദറ എന്നെ നേരത്തെ ഇങ്ങനെ ബീറ്റ് ചെയ്ത് അടിക്കുന്ന ഒരു കോമഡി കാണിച്ചായിരുന്നു. അതല്ല വേണ്ടത്. പിന്നെ അയ്യോ അതിന് മുൻപ് പ്ലീസ് നമ്മളിവിടെ അരിഞ്ഞു വെച്ച നമ്മൾ കറിവേപ്പിലയും മല്ലിയിലയും ഞാൻ ഓൾറെഡി നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കട്ട് ചെയ്ത് പീസ് ആക്കി ഇടണം കേട്ടോ. അതിങ്ങനെ ഇടരുത്, ചെറുതാക്കണം. ഇല്ല ഇതിങ്ങനെ ഇട്ടാൽ മതി. അത് കൈ കൊണ്ടെങ്കിലും കറക്ക്. ഓക്കെ, കറക്കാനോ? ആ, കറക്കാൻ ഇവളാൻ പിടിക്കുക, അവള് കറക്കും. വളയ്ക്കാൻ ഇവൻ മെടുക്കണ. അപ്പൊ ഓക്കെ, അതിങ്ങനെ പൊട്ടിച്ചിട്ടാ മതി. ഇത് എന്നാ ഇത് നീ പൊട്ടിക്ക്. പൊട്ടിച്ചോ? പൊട്ടിക്കാൻ എന്താ പടക്കോ? സിമ്പിൾ. ഇത് ഇങ്ങനെ ദാറ്റ്സ് ഡു സംതിങ് ബെറ്റർ ദാൻ നെഗറ്റീവ്. ഇങ്ങനെ അങ്ങ് ചുമ്മാ അങ്ങ് ഇട്ടാ മതി. ഗായ്സ്, നിങ്ങൾ ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ ക്യാമറമാൻ എവിടെ ഇല്ല, പുള്ളി ക്യാമറ വെച്ചിട്ട് പൊക്കളഞ്ഞു. അതെ, ഇത്തരം തമാശകളെ ചിരിപ്പിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടത്. നിലവാരമില്ലാത്ത തമാശ കാരണം ക്യാമറമാൻ ട്രൈപോഡി ക്യാമറ വെച്ചിട്ട് പൊക്കളഞ്ഞു. മതി മതിയായിട്ടില്ല, വിടുക. എനിക്കിഷ്ടമായി ഇങ്ങനെ ഇളക്കിയിട്ടത് പകുതിയായിട്ട് ബാക്കി ഒരാൾക്ക് കൊടുക്കാൻ. കാരണം ഞാൻ ഫുൾ ആക്കൂല. ഇത് ബീറ്റ് നല്ലപോലെ ബീറ്റ് ചെയ്യുക. അപ്പോഴത്തേക്കും ആ പാൻ എടുത്തിട്ട് എണ്ണ ചൂടാക്കുക. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഒരു പാൻ എടുക്കുക, പാൻ ചൂടാക്കാൻ വെക്കുക. ചൂടാക്കാൻ വെച്ചിട്ട് നമ്മൾ ബ്രെഡ് ക്രംസി മുക്കിയിട്ട് ഈ ലിക്വിഡിൽ മുക്കിയിട്ടാണ് എണ്ണയിലേക്ക് ഒഴിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എണ്ണ മുങ്ങാൻ പാകം, എണ്ണയല്ല, എണ്ണയിൽ ഇടുന്ന ബ്രെഡ് മുങ്ങാൻ പാകം പൊളിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മുങ്ങുന്നതായിരിക്കും. അതെ. ഇതോടുകൂടി ഇവിടെ നമ്മൾ പറഞ്ഞു വിടുന്നതായിരിക്കും. പിന്നെ അവസാനമായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഈ മുട്ടയിൽ മുക്കിയിട്ട് ക്രംസിൽ മുക്കി എണ്ണയിൽ ഇടുക. അത്രേ ഉള്ളൂ, പെട്ടെന്ന് തീരും. ഇവിടെ അങ്ങനെ ഭയങ്കര മണം. ഓ ഉണ്ട്. സ്പെഷ്യലാ. ഹലോ. ഇതാണോ ഫസ്റ്റത്തത്? അതെ. ആദ്യത്തത് ഗണപതിക്കെന്താ വേണേ ഞങ്ങൾ കഴിക്കാം. ഒരു നിർബന്ധമില്ല, ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ബാക്കി ഉണ്ടാക്കണോ വേണ്ട തീരുമാനിക്കുന്നത്. നമുക്ക് 4 പേർ കൂടെ ടേസ്റ്റ് ചെയ്യാലോ? അല്ല, നമ്മൾ ടേസ്റ്റ് ചെയ്യേണ്ടത് നമ്മളല്ലല്ലോ. അല്ല, അതാണ് ഷെഫ്. പക്ഷെ ഒരു കാര്യം ഞാൻ നാദര പറയാം, ഞാൻ കഴിച്ചിട്ട് കറക്റ്റ് ഞാൻ അഭിപ്രായം പറയും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അവിടെ വന്നിട്ട് പുള്ളി പറഞ്ഞ് ഇങ്ങനെ ഉരുകണേക്കാട്ടിലും നല്ലതല്ലേ ഞാൻ പറയുന്നത്. ഞങ്ങൾ കുറച്ച് ഉരുകിക്കോട്ടെ, ഞങ്ങൾക്കത് വിഷയമില്ല. ഉപദേശിച്ച് കഴിയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും എടുത്ത് കൊടുക്കുമല്ലോ, മനസ്സിലായി. അതിന് വേണ്ടിയുള്ള ശ്രമമായിരുന്നു. അപ്പുറത്ത് മേടിച്ച് കഴിച്ചിട്ട് വന്നിട്ടല്ലേ. അപ്പൊ നാദരിക്ക് തരാൻ തോന്നുന്നില്ല, ഉദ്ദേശമില്ല തരാൻ. പക്ഷെ ഇത് ആയില്ല, ഇനിയുണ്ട്. കുറച്ച് ഭക്ഷണം ഞാൻ വാവിട്ട് ചോദിച്ചിട്ട് പോലും തരാൻ മനസ്സിലാത്ത ഇത് ഉണ്ടാക്കി തീരട്ടെ എന്ന് വെച്ചിട്ടാ. നാദരക്ക് എന്തോ ഒരു ഭയം, ഒരു കോൺഫിഡൻസ് കുറവ് എന്ന് നിങ്ങൾക്ക് തോന്നും. ഞങ്ങൾ ഫുൾ കോൺഫിഡൻസ്. അതാണ് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ രണ്ടല്ല, ഒന്നാ. അതെ, നമുക്ക് വന്നാണ് സർക്കാർ പറയുന്നത്. ഇത് ഭക്ഷണത്തിന്റെ റിയാലിറ്റി ഷോയാ. അതുണ്ടാക്കും ഞങ്ങള്. ഇതൊരു സർക്കാരിനൊരു വെല്ലുവിളിയാണ്. ഓക്കെ, നിക്കണോ പോണോ? ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് വിളിക്കാം. എന്തായാലും അപ്സരയ്ക്ക് ആദ്യത്തെ തരും. ഞങ്ങൾ നിന്നിട്ട് കാര്യമില്ല, ഇപ്പൊ നിന്നിട്ട് കാര്യമില്ല, ഉണ്ടാക്കി തുടങ്ങി. ഡിഷ് കംപ്ലീറ്റ് ആകുമ്പോ തരാം. ഇതായിട്ടില്ല. ബ്രെഡ് ഉണ്ട്, കൊണ്ടുപോക്കോളൂ. ഞാൻ ചോദിച്ചിട്ടല്ല ഷെഫ്. അങ്ങനെ അഭിമാനം കെട്ടി മേടിക്കുന്നതല്ല ഞങ്ങള്. ഞാൻ വേണ്ടെന്ന് പറയുമ്പോൾ വാങ്ങി തരട്ടെ. കുക്ക് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, കൈ പൊള്ളാതെ നോക്കുക. തിളച്ച എണ്ണയാണ്. കൈ പൊള്ളിയാലും സ്വന്തം കൈ പേര് പൊള്ളരുത്. പറയരുത്. അല്ല, സ്വന്തം കൈ പൊള്ളരുത്. അടുത്ത് നിൽക്കുന്ന കൈ പൊള്ളിയാലും കുഴപ്പമില്ല. നമ്മളങ്ങനെ ഓൾമോസ്റ്റ് ബ്രെഡ് ക്രംസ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതെ, ഒന്നുപോലും പാളിപ്പോയിട്ടില്ല എന്നുള്ള വലിയ സന്തോഷം ഞങ്ങൾക്കുണ്ട്. കാരണം പാളിപ്പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ കാണിക്കാനും പോകുന്നില്ല. അതെ, പാളിപ്പോയത് ഞങ്ങൾ അത് കമ്പനിക്കുള്ളതാണ്. അതെ, ഞങ്ങൾ കഴിച്ച ടേസ്റ്റ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം. ആദ്യം ഇവള് കഴിക്കും. ഇവൾക്കൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കും. മിക്കവാറും ഇതിനെ കഴിക്കേണ്ടി വരും. ദിവസം പൊട്ടിപ്പോയത്. ഓക്കെ, ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാം. ഇതൊക്കെ
യെസ് ഗൈസ്, അപ്പോൾ നമ്മളുടെ ബ്രെഡ് ഫിംഗേഴ്സ് നമ്മൾ തീർത്തിരിക്കുവാണ്. നിസ്സാര സമയം മതിയായിരുന്നു. 10 മിനിറ്റ് പോലും വേണ്ടി വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു 5 മിനിറ്റിന്റെ ആവശ്യം അത്രയില്ല, അത് വന്നുള്ളൂ. കുറച്ച് വാചകം കൂടുതലായതുകൊണ്ട് 10 മിനിറ്റ് എടുത്തു എന്നേ ഉള്ളൂ. മറ്റ് ഫുഡ് ഉണ്ടാക്കാൻ അധികം ടൈമുണ്ട്. അതിന് മുമ്പുള്ള ചെറിയൊരു പ്രിപ്പറേഷൻ ഉണ്ടല്ലോ, ഇതെല്ലാം സെറ്റ് ആക്കാനുള്ള, അതിന് കുറച്ച് ടൈം വേണം. മാത്രമല്ല ഇതിന്റെ പ്രത്യേകത കുറെ അധികം ഒരു സ്പെഷ്യാലിറ്റി പാചകം മാത്രമല്ല, ഇതിനൊരു വാചകവും കൂടിയുണ്ട്. അത് നമ്മൾ എന്താണെന്ന് ഷെഫിന്റെ അടുത്ത് പറയാം. നമുക്ക് അവിടെ കാണാം. എന്തായാലും ഇതാണ് അതിന്റെ ഫൈനൽ സ്റ്റേജ്.